സ്കൂളുള്ള ദിവസങ്ങളിൽ ഞാൻ പൊതുവേ കുറച്ച് നേരത്തെ എണീക്കാറുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ മോള് പോകാൻ നേരത്തേക്ക് നമുക്ക് കിച്ചണിൽ ഭയങ്കര തിരക്കിട്ട പരിപാടികളായിരുന്നു കേട്ടോ. ഒന്നും റെഡി ആയിട്ടില്ല എന്നാലോട്ട് റെഡിയായി ആ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എന്നും രാവിലെ എണീറ്റ പാട് ബ്രഷൊക്കെ ചെയ്യുന്നതിന് മുമ്പ് കിച്ചണിൽ വന്നിട്ട് കെറ്റിലൊരു പാത്രം വെള്ളം വെക്കും കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വെള്ളം തിളച്ചിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ നമുക്ക് വേഗം ചോറങ്ങ് റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ഇന്നും ഇതാ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തലേദിവസം ഞാൻ ഒന്നും കട്ടാക്കി വെച്ചിട്ടില്ല. അതാണ് ഇന്ന് ഒന്നാമത് നേരം വൈകിയത്. വെജിറ്റബിൾസും ഒക്കെ നമ്മൾ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് രാവിലെ കിച്ചണിൽ കയറി വന്നാൽ വേഗം ചെയ്യാമല്ലോ. ഇന്നിപ്പോൾ സാമ്പാർ റെഡിയാക്കി എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്യണം. അതിന് മുമ്പ് ഞാൻ പരിപ്പങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. മിഞ്ഞാന്ന് നമ്മൾ സാമ്പാർ തന്നെയായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം സാമ്പാർ കഷ്ണം വാങ്ങിച്ചപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തവണ സാമ്പാറും ഒരു തവണ അവിയലും അങ്ങനെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കൽ. ഇന്നിപ്പോൾ 2-3 തവണ സാമ്പാർ വെച്ചാലും തീരാത്തത്ര കഷ്ണങ്ങളുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും വേസ്റ്റാക്കി കളയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ഇന്നും സാമ്പാർ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. എന്നും ഒരേ കറി കൊടുക്കുമ്പോൾ കുട്ടികൾക്കും മടുപ്പാണ് കേട്ടോ. പിന്നെ ഇതാ കഷ്ണങ്ങളൊക്കെ കട്ടാക്കിയിട്ട് വേഗം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഉപ്പേരിയായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചേമ്പിൻ്റെ ഇലയും തണ്ടും പോലത്തെ ഒരു ഐറ്റമാണ്. ഈ ഒരു ഐറ്റം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. നമ്മുടെ ഒരു കുടുംബക്കാർ തന്നതാണ് കേട്ടോ. വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ സാധാ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒതുക്കിയിട്ടിട്ടാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത്. തേങ്ങയും കൂടെ കുറച്ചധികം ഒതുക്കിയിട്ട് കൊടുക്കണം, പച്ചമുളകും കൂടെ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും സംഭവം നല്ല കിടുവായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നതിന് ശേഷം അതൊന്ന് വറവിട്ട് കൊടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സാമ്പാർ വെച്ചപ്പോൾ കുറച്ച് നല്ല ടൈറ്റായി പോയിട്ടോ. ഇവിടെ എല്ലാവർക്കും പൊതുവേ ലൂസായിട്ടുള്ള സാമ്പാറാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് കുറച്ചധികം വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് സാമ്പാറിലേക്ക് അതിവിടെ മസ്റ്റാണ് കേട്ടോ. അങ്ങനെ മല്ലിച്ചപ്പും കൂടെ മുറിച്ചിട്ട് കൊടുത്തപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഉപ്പേരി. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ സാമ്പാർ ആയതുകൊണ്ട് തന്നെ ഇന്നലെ വാങ്ങിച്ച മീനിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വേഗം അങ്ങ് മസാല തേച്ചെടുത്തിട്ട് ഒറ്റ ട്രിപ്പിന് തന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ചെറിയ കുഞ്ഞമ്മത്തിയായിരുന്നു കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതും. അങ്ങനെ മീനൊക്കെ ഫ്രൈ ആക്കി ഇതിൻ്റെ ഇടയിൽ ചോറും കൂടെ വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കും എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.